നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ SCERT ടെക്സ്റ്റ് ബുക്കിൽ അതായത് ബേസിക് സയൻസിൻ്റെ 5ാം ക്ലാസ്സിലെ 5ാമത്തെ ലെസണാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ 4 ലെസൺസ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് കൂട്ടുകാർ കണ്ടില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാമത്തെ ലെസണാണ്. ലെസണിൻ്റെ പേര് ഊർജത്തിൻ്റെ ഉറവകൾ. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇന്ധനങ്ങളെ കുറിച്ചിട്ടാണ്. എന്താണ് ഇന്ധനങ്ങൾ? കത്തുമ്പോൾ താപം പുറത്തു വിടുന്ന വസ്തുക്കളാണ് എന്ത്? ഇന്ധനങ്ങൾ. എന്താണ് പറഞ്ഞത്? കത്തുമ്പോൾ താപം പുറത്തു വിടുന്ന വസ്തുക്കളെ നമുക്ക് എന്തെന്ന് പറയാം? ഇന്ധനങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഖര ഇന്ധനങ്ങളുണ്ട്, ദ്രാവക ഇന്ധനങ്ങളുണ്ട്, വാതക ഇന്ധനങ്ങളുണ്ട്. 3 തരത്തിലുള്ള ഇന്ധനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഖര ഇന്ധനങ്ങൾ, ദ്രാവക ഇന്ധനങ്ങൾ, വാതക ഇന്ധനങ്ങൾ. ഇനി ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? വിറക്, കൽക്കരി. ദ്രാവക ഇന്ധനങ്ങൾക്കോ? ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ. വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് LPG, CNG, ഹൈഡ്രജൻ. ഇനി ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്നും ഊർജം പുറത്തു വരുന്നത്. എന്താണ്? ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് എന്ത് പുറത്തു വരുന്നത്? ഊർജം പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ ഫ്യൂവലാണ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. പെട്രോളിയത്തിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധീകരിച്ച ഇന്ധനമാണ് ഈ ഏവിയേഷൻ ഫ്യൂവൽ. അങ്ങനെയെങ്കിൽ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതായിരിക്കും? ദ്രവ ഹൈഡ്രജൻ അഥവാ ലിക്വിഡ് ഹൈഡ്രജൻ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വായു ഇല്ലെങ്കിൽ എന്തായിരിക്കും ഒരു അവസ്ഥ? വായു ഇല്ലാത്തൊരവസ്ഥയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. ഏതൊരു വസ്തു കത്താനും എന്താവശ്യമാണ്? വായു അഥവാ ഓക്സിജൻ ആവശ്യമാണ്. അപ്പൊ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. ഇനി ഇന്ധനങ്ങൾ വായുവിൽ ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജം പുറത്തുവിടുന്നത്. നമ്മുടെ ശരീരത്തിലും ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാക്കുന്നത്. എന്താണ്? ഇന്ധനങ്ങൾ വായുവിൽ ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? ഊർജം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് എന്തുണ്ടാവുന്നത്? ഊർജം ഉണ്ടാവുന്നത്. ഇനി എങ്ങനെയാണ് ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്? ശ്വസനത്തിലൂടെയാണ് ഓക്സിജൻ ശരീരത്തിൽ എത്തുന്നത്. സ്വയം കത്തുന്ന വാതകം ഏതായിരിക്കും? സ്വയം കത്തുന്ന വാതകം ഹൈഡ്രജൻ ആണ് സ്വയം കത്തുന്ന വാതകം. തീ അണയ്ക്കാൻ സഹായിക്കുന്ന വാതകം ഏതായിരിക്കും? കാർബൺ ഡയോക്സൈഡ്. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകമാണ് നൈട്രജൻ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കാം. എന്താണ് പറഞ്ഞത്? കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണ്, സ്വയം കത്തുന്ന വാതകം ഹൈഡ്രജൻ ആണ്, തീ അണയ്ക്കാനായിട്ട് സഹായിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്, ജ്വലനത്തെ നിയന്ത്രിക്കുന്ന ഏത് വാതകമാണ്? നൈട്രജൻ ആണ്. ഓക്കെ. എന്താണ് മെച്ചപ്പെട്ട അടുപ്പ്? മെച്ചപ്പെട്ട അടുപ്പ് എന്ന് വെച്ചാൽ എന്തായിരിക്കും മെച്ചപ്പെട്ട അടുപ്പ്? ഇന്ധനം പരമാവധി പ്രയോജനപ്പെടുത്തി താപം നൽകുന്ന അടുപ്പിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മെച്ചപ്പെട്ട അടുപ്പ് എന്ന് പറയുന്നത്. ഈ മെച്ചപ്പെട്ട അടുപ്പിൽ എന്തായിരിക്കും? വായു സഞ്ചാരം സുഗമമാക്കണം. അതുപോലെ തന്നെ ഉണ്ടാകുന്ന ചൂട് മുഴുവൻ എന്തിന് ലഭിക്കും? പാത്രത്തിന് ലഭിക്കും. പാചകം എളുപ്പമാക്കാനും ഇന്ധനം ലാഭിക്കാനും ഈ മെച്ചപ്പെട്ട അടുപ്പ് സഹായിക്കും. പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ഉണ്ടാകണം. എന്തില്? മെച്ചപ്പെട്ട അടുപ്പില് ഉണ്ടാകണം. ഇനി ഊർജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തുന്ന സംവിധാനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഒരു പെട്രോളിയം റിഫൈനറിയുടെ ചിത്രമാണ്. നോക്കിക്കേ, സൗരോർജ പാനൽ, കാറ്റാടി യന്ത്രം, ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? ഊർജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തുന്ന സംവിധാനങ്ങളാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് കൺവെൻഷണൽ എനർജി ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി. കൺവെൻഷണൽ എനർജി എന്ന് പറഞ്ഞാൽ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളെയാണ് നമ്മൾ കൺവെൻഷണൽ എനർജി എന്ന് പറയുന്നത്. പാരമ്പര്യ ഊർജ സ്രോതസ്സുകളുടെ പ്രത്യേകത എന്താണ്? ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുക. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2017 LPSCയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളെ പറയുന്നത് എന്താണെന്ന്. എന്താണ്? പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ അഥവാ കൺവെൻഷണൽ എനർജി സോഴ്സസ്.
ഇനി പാരമ്പര്യ ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഭാവിയിൽ ഇത് തീർന്നു പോകും. അപ്പം എന്ത് പറ്റും? അതായത് പുതിയ തലമുറയ്ക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് ഏതെല്ലാം? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനമാണ് ഏത്? പെട്രോളിയം. പെട്രോളിയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ടാർ, LPG എന്നിവ ഉൽപ്പാദിപ്പിക്കാനാണ്. ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ എന്നിവ പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ആംശിക ഛേദനം എന്ന് പറയുന്നത്. എന്താണ്? ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ എന്നിവ പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആംശിക സ്വേദനം എന്ന് വിളിക്കാം. കീടനാശിനികൾ, പ്ലാസ്റ്റിക്, ഔഷധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും എന്തുപയോഗിക്കുന്നുണ്ട്? പെട്രോളിയം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്തായിരിക്കും? ഒരു നോൺ കൺവെൻഷണൽ എനർജി സോഴ്സിന് ഉദാഹരണമാണ് സൗരോർജം. എത്ര ഉപയോഗിച്ചാലും എന്ത് സംഭവിക്കില്ല? തീർന്നു പോകില്ല. അപ്പൊ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളെ നമുക്ക് എന്തെന്ന് പറയാം? പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്ന് വിളിക്കാം. അതിന് ഉദാഹരണമാണ് ഏതൊക്കെ? സൗരോർജം, കാറ്റ്, തിരമാല. ഈ 2 ക്വസ്റ്റ്യനും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്താണെന്നും അതുപോലെ തന്നെ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്താണെന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൗരോർജത്തെ കുറിച്ചിട്ടാണ്. എന്താണ് സോളാർ എനർജി? സൂര്യപ്രകാശത്തിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് സോളാർ സെൽ അഥവാ ഫോട്ടോവോൾട്ടൈക് സെൽ. സൗരോർജ സെല്ലുകളുടെ ശേഖരമാണ് എന്ത്? സോളാർ പാനൽ. സോളാർ പാനൽ കണ്ടുപിടിച്ചത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ബ്രാഡ് പിറ്റലാണ്. അപ്പൊ സോളാർ പാനൽ കണ്ടുപിടിച്ചത് ആരാണ്? അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ബ്രാഡ് പിറ്റലാണ്. ഈ സൗരോർജ സെല്ലുകളുടെ ഒരു ശേഖരമാണ് എന്തെന്ന് പറയുന്നത്? സോളാർ പാനൽ എന്ന് പറയുന്നത്. ഇനി അത് എങ്ങനെയാണ് ആ സോളാർ പാനൽ നിർമ്മിച്ചിരിക്കുന്നത്? സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ഒരു അർദ്ധചാലകമാണ് സോളാർ പാനൽ. സോളാർ പാനലിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഈ സിലിക്കൺ പാളികളിൽ പതിക്കുന്ന സൂര്യപ്രകാശം അതിലുള്ള ആറ്റങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത്തരം പ്രവാഹമാണ് വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നത്. എന്താണ് സോളാർ പാനലിൽ നടക്കുന്നത്? സോളാർ പാനൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സിലിക്കൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സിലിക്കൺ പാളികളിൽ പതിക്കുന്ന സൂര്യപ്രകാശം അതിലുള്ള ആറ്റങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത്തരം പ്രവാഹമാണ് എന്ത്? വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നത്. നോക്കിക്കേ, ഈ ഒരു ചിത്രം ബഹിരാകാശ നിലയത്തിന്റെ സൗരോർജ പാനലിന്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സോളാർ തെരുവ് വിളക്ക്, സോളാർ ഹീറ്റർ, സോളാർ കുക്കർ, സോളാർ കാൽക്കുലേറ്റർ. ഓക്കെ. ഇനി അടുത്തത് കാറ്റിൽ നിന്നും ഊർജം. നമുക്ക് കാറ്റിൽ നിന്നും ഊർജം കിട്ടും. കാറ്റിൽ നിന്ന് ഊർജം കിട്ടുന്നത് എന്ത് വഴിയാണ്? കാറ്റാടി യന്ത്രങ്ങൾ ചലിപ്പിക്കുന്നതിലൂടെയാണ്. വലിയ കാറ്റാടി യന്ത്രങ്ങൾ ചലിപ്പിക്കുന്നതിലൂടെയാണ് കാറ്റിൽ നിന്ന് നമുക്ക് ഊർജോൽപാദനം നടക്കുന്നത്. കാറ്റിന്റെ ശക്തി കൊണ്ട് കാറ്റാടിക്ക് എന്ത് സംഭവിക്കുന്നു? കാറ്റാടി കറങ്ങുന്നു. കാറ്റാടിയുടെ കറക്കം ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് എന്തുണ്ടാക്കാൻ സാധിക്കുന്നു? വൈദ്യുതി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു ചിത്രം നോക്കിക്കേ, ഇതൊരു കാറ്റാടി പാടത്തിന്റെ ചിത്രമാണ്. ഇനി കൽക്കരി, പെട്രോളിയം എന്നിങ്ങനെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം കുറയ്ക്കണം. എന്തിനാ ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം കുറയ്ക്കേണ്ട ആവശ്യം എന്താണ്? ഭാവിയിലേക്ക് നമ്മുടെ ഭാവി തലമുറകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പെട്രോളിയത്തിൻ്റെയും കൽക്കരിയുടെ ഒക്കെ യൂസ് കുറയ്ക്കണം. അതുപോലെ തന്നെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. ഫിലമെന്റ് ബൾബ് പ്രവർത്തിക്കുന്നതിന് കൂടുതൽ വൈദ്യുതി ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? CFL പോലത്തുള്ള ലാമ്പുകളെല്ലാം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം.
ആ CFL ലാമ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ്, അതിന് കുറച്ച് വൈദ്യുതി മതി. അതുപോലെ തന്നെ വീടുകളിൽ ഇന്ധനക്ഷമതയുള്ള അടുപ്പുകൾ ഉപയോഗിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മെച്ചപ്പെട്ട അടുപ്പുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. ബയോഗ്യാസ് എന്നിവ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നോക്കിയൊക്കെ, ഇന്ധനക്ഷമതയുള്ള അടുപ്പിൻ്റെ പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്, പുകയില്ലാത്ത അടുപ്പ് കേട്ടോ. ഇനി ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നിന്നുള്ളത്, അതായത് നമ്മുടെ ഈ ഒരു ലെസണിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഈ പാഠഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇനി അടുത്തത്. അപ്പോൾ നമുക്കതൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കത്തുമ്പോൾ താപം പുറത്തുവിടാൻ കഴിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എന്താണ് പറയാ? ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. LPG, CNG, ഹൈഡ്രജൻ എന്നിവ ഏത് വിഭാഗത്തിൽപ്പെട്ട ഇന്ധനങ്ങളാണ്? ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? വാതക ഇന്ധനങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ ഫ്യൂവൽ. അടുത്ത ക്വസ്റ്റ്യൻ, കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ധനം ജ്വലിക്കാൻ വേണ്ട അത്യാവശ്യ അനുകൂലനം ഏതാണ്? ഏതാണ് അത്യാവശ്യമായിട്ടുള്ളത്? കത്തണമെങ്കിൽ വായു ആവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ട ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടായ ഇന്ധന സ്രോതസ് ഏതാണ്? ഏതാണ്? പെട്രോളിയം. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടായ ഇന്ധനമാണ് ഏത്? കൽക്കരി. കൽക്കരി, പെട്രോളിയം എന്നിവയെ പൊതുവെ വിളിക്കുന്ന പേര് എന്താണ്? ഫോസിൽ ഇന്ധനങ്ങൾ. ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങളെ പൊതുവെ പറയുന്ന പേര് പാരമ്പര്യ ഇന്ധനങ്ങൾ. സൗരോർജം, കാറ്റ്, തിരമാല തുടങ്ങിയ ഒരിക്കലും തീരാത്ത ഊർജ സ്രോതസ്സുകളെ പൊതുവായി പറയുന്നത് ഏതാണ്? എന്താ പറയാ? പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ് സോളാർ സെല്ലിൽ നടക്കുന്നത്? സൗരോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്താണ്? ഓർത്തിരിക്കേണ്ടതാണ്. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്താണ്? ഡിസംബർ 14.